ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടിക്ക് കഴിഞ്ഞ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും നോക്കാം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കുഞ്ഞു മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറുങ്ങ ചാറും മത്തി ഫ്രീ ആക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറുങ്ങക്ക് വേണ്ടി അരക്കാനുള്ള ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങയും ഒരു 5 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ചെറുങ്ങക്ക് അരക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മത്തി കട്ട് ചെയ്യുന്നുണ്ട്. മത്തി ജസ്റ്റായിട്ട് ഒടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ അത് തൊഞ്ചും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നന്നായി കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ രാവിലത്തെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അൽക്കൽ, തോർത്തൽ, അങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 10-11 മണിയായിട്ടുണ്ടാവും. അതിന് ശേഷമായിട്ട് ഞാൻ ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യം നോക്കുന്നുള്ളത്. പിന്നെ നമുക്ക് ഇന്നലെ 2 പൊണ്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊണ്ടം ജസ്റ്റ് ജ്യൂസ് അടിക്കാമെന്ന്. പിന്നെ ഒരു ചൈന ഗ്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ചൈന ഗ്ലാസ്സിൻ്റെ അതായത് പൊണ്ടത്തിൻ്റെ തണ്ണി പുഡിങ്ങാക്കി വെച്ചിട്ട് പൊണ്ടത്തിൻ്റെ പാടെ പഞ്ചാരൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ട് മറ്റേ പുഡിങ്ങും പൊണ്ടായിട്ട് കുടിക്കുന്നില്ല, അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വെച്ച സമയത്ത് തന്നെ ഞാൻ ചിറങ്ങ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചിറങ്ങക്ക് ഒരു ഉള്ളി ടൊമാറ്റോ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ചിറങ്ങ 2-3 വിസിൽ വരോളം കൂക്കിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു അറിയോ, മത്തിക്ക് കുറച്ച് മസാല ഇട്ട് വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ചിറങ്ങക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂട്ടിയിട്ട് വേകാൻ വെക്കുന്നുണ്ട്. പിന്നെ മത്തി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ പുഡിങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. പുഡിങ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമ്മൾ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ സെറ്റായിട്ടില്ല കേട്ടോ. എന്തോ വെള്ളം കൂടിയതോ അല്ലെങ്കിൽ ചൈന ഗ്ലാസ് കുറഞ്ഞ എന്തെന്ന് അറിയില്ല, അങ്ങനെ വലിയ രീതിയിൽ സെറ്റായിട്ടില്ല. സെറ്റാക്കിയിട്ട് ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം നമ്മൾ ചിറങ്ങക്കറി മത്തി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പൻ്റെ മോനിക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.